പറഞ്ഞു കഴിഞ്ഞാൽ ഈ കാണുന്ന ഫോണൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ നമ്മളെ എന്താ പറയാ മാർക്കറ്റിൽ നിന്ന് എടുക്കുന്ന ഫോണല്ല. അതെ, നമ്മുടെ കയ്യിൽ എന്താ ഏറ്റവും ലേറ്റസ്റ്റ് സാധനം എത്ര കൊടുക്കും? 4400 ഇഷ്ടം പോലെ സ്റ്റോക്ക് ഉണ്ട്. ഹലോ മച്ചാമാരെ, കൈസാമോഡിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പം നമ്മൾ കുറേ കാലത്തിന് ശേഷം നമ്മുടെ ഷഗ് ബ്രോ ഷെപ്പിക്കയുടെ കൂടെ വന്നിട്ടുള്ളതാണ്. എന്തിനായിരിക്കും വന്നിട്ടുള്ളത് ഉണ്ടാവുക പ്രത്യേകിച്ച് ഇതാ ഈ ബാക്ക്ഗ്രൗണ്ട് കാണിക്കുന്ന ഈ ഒരു സാധനങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് മനസ്സിലാവും എന്താണ്. അടിപൊളിയല്ലേ, ഉഷാറല്ലേ? നമ്മളെ ഷഫ്നാസ് ബ്രോ ഉണ്ട് കേട്ടോ അവിടെ. ഷഫ്നാസ് ബ്രോ കുറേ ആയിട്ടോ കണ്ടിട്ട്. എന്തൊക്കെ വിശേഷമൊക്കെ? സുഖല്ലേ? അപ്പം 16 Pro ഇറങ്ങി ഓഫർ എടുത്തോട്ടെ ഷെപ്പിക്കാണ് പറഞ്ഞ ആളില്ല. ഇതാ നമ്മളെ ഷെപ്പിക്ക 16 Pro സാധനമൊക്കെ ദുബായ് മാർക്കറ്റിൽ ഇറക്കി തരംഗം സൃഷ്ടിച്ചിരിക്കുന്ന ടൈമാണ് അല്ലേ? അപ്പോൾ ബാക്കിയുള്ള 16 Pro ഇറങ്ങിയപ്പോൾ എന്താണ് അവസ്ഥ? ബാക്കിയുള്ള സെക്കൻഡ് ഐഫോൺസിന്റെ ഒക്കെ പ്രൈസ് കുറഞ്ഞു കുറേ ആൾക്കാർ പ്രൈസ് കുറയാനായിട്ടില്ല. കാരണം ഈ 60 Pro ഇപ്പൊ നിങ്ങൾ എടുക്കുന്നുണ്ടെങ്കിൽ ദയവ് ചെയ്തിട്ട് എടുക്കാണ്ടിരിക്കുക. കാരണം ഇനിയും ഇതിന്റെ പ്രൈസ് കുറയും. ഇപ്പൊ മാർക്കറ്റ് ഭയങ്കര റേറ്റിലാണ് ഈ സാധനം സെയിൽ ചെയ്യുന്നത്. ഇനിയും നിങ്ങൾക്ക് ഏകദേശം നല്ല നിങ്ങൾ വിചാരിക്കുന്ന റേറ്റിൽ തന്നെ കിട്ടും. ഓപ്പറേറ്റർ തന്നെ പറയുന്നത്. ഇപ്പൊ നിങ്ങൾ എടുക്കുന്ന ആൾ എടുക്കാണ്ട് ഇപ്പോൾ 2 ആഴ്ചത്തോളം വെയിറ്റ് ചെയ്യാം. അപ്പൊ ഷെപ്പിക്കാം, എന്താണ് നമ്മൾ എഴുതാൻ തുടങ്ങും നമുക്ക്? ഇപ്പൊ കുറെ ആൾക്കാർ ചോദിക്കാണ്, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 16 Pro ഇറങ്ങിയോണ്ട് യൂസ്ഡ് ഐഫോൺസിന്റെ മാർക്കറ്റ് ദുബായ് മാർക്കറ്റിൽ പ്രൈസ് യൂസ്ഡ് ഐഫോൺ മാർക്കറ്റ് ഓൾറെഡി പ്രൈസ് കുറച്ചിട്ടുണ്ട്. പിന്നെ ഇപ്പൊ 60 Pro ഇറങ്ങിയതിന്റെ ഒന്നും കുറണ്ടൊന്നുമില്ല, ഒരേ വിലക്ക് തന്നെ ഇപ്പോൾ സെയിൽ ചെയ്യുന്നത്. ഇതിപ്പോ ഞാൻ പറഞ്ഞല്ലേ, ഇനിയും നിങ്ങൾ ഈ 60 Pro പ്രൈസ് ഇനിയും കുറയുന്നല്ലാണ്ട് ഇപ്പൊ നല്ല റേറ്റ് ആണ് നമ്മൾ സെയിൽ ചെയ്യുന്നത്. അതിനെയും കുറഞ്ഞു വന്നു വരും. അപ്പൊ എല്ലാ സീരീസും നിങ്ങളുടെ കയ്യിലുണ്ട്. ഇപ്പൊ ഉള്ളത് ഈ ഒരു സ്റ്റോക്ക് മാത്രമാണ്. 60 Proന്റെ എന്ന് വെച്ചാൽ ഹോങ്കോങ്ങിന്റെ വരുന്നുണ്ട്, ജപ്പാന്റെ വരുന്നുണ്ട്, TR നമ്മുടെ ദുബായിന്റെ പീസ് വരുന്നത്. അതെല്ലാം വിത്ത് ഡിഫറെന്റ് പ്രൈസ്. അതിനൊരു കറക്റ്റ് പ്രൈസ് ഇതുവരെ ആയിട്ടില്ല. ഇനി പ്രൈസ് കുറഞ്ഞുകൊണ്ടേയിരിക്കും. അപ്പൊ പ്രൈസ് ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഡെയിലി അപ്ഡേറ്റ് ചെയ്യാനേ പറ്റും. കാരണം ഇന്നത്തെ വാട്സ്ആപ്പ് നമ്പർ താഴെ കൊടുക്കാം. അതെ, നാളത്തെ റേറ്റ് മറ്റന്നാളത്തെ റേറ്റ് എല്ലാം വ്യത്യാസം ഉണ്ടാവും. 16 സീരീസ് അതിന് വേണ്ട നമുക്ക് നിങ്ങൾ കോൺടാക്ട് ചെയ്ത് നമ്മൾ കറക്റ്റ് ഡീറ്റെയിൽസ് പറഞ്ഞിട്ടില്ല. അപ്പൊ ഷെപ്പിക്കാം, നമുക്ക് എങ്ങനെ തുടങ്ങാം? യൂസ്ഡ് ഐഫോൺസിന്റെ പ്രൈസ് പറയാനാണ് ശരിക്കും പറഞ്ഞാൽ ഇന്നത്തെ മെയിൻ വീഡിയോ എന്ന് പറയുന്നത്. അപ്പൊ നമ്മള് 16 Pro ഇറങ്ങിയ സ്ഥിതിക്ക് ഒന്ന് ജസ്റ്റ് കാണിച്ചതേ ഉള്ളൂ. 16 Pro വേണ്ടിയവർക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് മെസ്സേജ് കഴിഞ്ഞാൽ അതിന്റെ ഡീറ്റെയിൽസ് പറഞ്ഞു കൊടുക്കൂല. അപ്പൊ ശരിപ്പിക്കാം, എന്താ നമുക്ക് തുടങ്ങാം? തുടങ്ങാം. 15 സെക്കൻഡ് ഉണ്ടോ? 15 സീരീസ് 15 Pro ഒക്കെ റെഡി ഇല്ല. പിന്നെ 14 ലൈറ്റ് ഉണ്ടാവില്ല. സാധനം ഇഷ്ടം പോലെ സ്റ്റോക്ക് ഉണ്ട് വെച്ചാൽ. ഓക്കെ, ഏത് തുടങ്ങാം? അപ്പൊ 5G സ്റ്റാർട്ട് ചെയ്യുന്നത് തുടങ്ങാം. ഓക്കെ, 12 മിനി നമുക്ക് 128 280 64. 12 മിനി എന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടോ മച്ചാമാരെ? ഓക്കെ, 12 മിനി നമുക്ക് ഏറ്റവും ചെറിയ GB തന്നെ തുടങ്ങാം. പിന്നെ സ്ക്രാച്ച് ഉള്ളതുണ്ട്, ബാറ്ററി കാലത്ത് കുറഞ്ഞതുണ്ട്, കൂടിയതുണ്ട്. എല്ലാം നമ്മൾ ഡീറ്റെയിൽസ് ആയിട്ട് പറഞ്ഞുതരാം. ഇത് സ്ക്രാച്ച് ഉള്ളതാ? ഇത് സ്ക്രാച്ച് അത്യാവശ്യം ഉണ്ടാവും. അപ്പൊ ഈ സ്ക്രാച്ച് അത്യാവശ്യം ഉള്ളതിന് എന്താണ് റേറ്റ് കൊടുക്കുന്നത്? അത്യാവശ്യം എന്ന് വെച്ചാൽ നമ്മൾ സ്ക്രാച്ച് 12 മിനി നോർമൽ പ്രൈസ് പറഞ്ഞുതരാം. ബാറ്ററി അയക്കാത്ത 12 മിനിന്റെ പ്രൈസ് ആണ് പറയുന്നത്. ഡിസ്പ്ലേ അങ്ങനത്തെ മാറിയതിനെല്ലാം വില അതിനനുസരിച്ച് കുറവുണ്ടോ. 12 മിനി നമ്മൾ 64 കൊടുക്കുന്നത് 800 ദിർഹംസിനും 120 എടുക്കും 900, 1000 ദിർഹംസിന് 286. പിന്നെ 30 മിനി അല്ലാണ്. 12ലേക്ക് തുടങ്ങാം. 12ലേക്ക് ഉണ്ടല്ലോ. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് എങ്ങനെ പോവാം, സെറ്റ് ആക്കാം. പവർ കൊണ്ട് വരട്ടെ. അതെ, 12 120 നമുക്ക് 1100 കൊടുക്കാം. കണക്ക് 12 ആണ് അല്ലേ? 64 ആണെങ്കിൽ നമുക്ക് ഒരു 1000 കൊടുക്കാം. 1100 12 കൊടുക്കാം. 1000 നമുക്ക് 64 കൊടുക്കാം. 64 കൊടുക്കാം. മറ്റേത് 120 GB അല്ലേ? 128 GB എത്രയാണ് റേറ്റ് പറയുന്നത്? 1100. ഓക്കെ, 12 64 1000 ദിർഹംസിന്റെ 64 കിട്ടും അല്ലേ? അപ്പൊ ബാക്കി പിന്നെ 256 ഉണ്ടോ? 256 ഇപ്പൊ റെഡിയില്ല. അതിന്റെ വില പറഞ്ഞാൽ 1200. 256 GB 12 കിട്ടും. ഐഫോൺ ഫസ്റ്റ് സ്റ്റാർട്ടിംഗ് മോഡലാണ് 5G വരുന്നത്. 5G വരുന്നത് 12 സീരീസ്. അപ്പൊ നമ്മൾ അതിന് തുടങ്ങിയിട്ടുണ്ട് അല്ലേ, പൊളിച്ചടക്കാൻ വേണ്ടിട്ട്. അപ്പൊ മാർക്കറ്റിലെ പ്രൈസ് നല്ല കുറഞ്ഞിട്ടുണ്ട് എന്നാണ് ഈ പ്രൈസ് ഇല്ലേ? അപ്പൊ എന്താണെന്നുള്ള ബാക്കിയുള്ള കമന്റ് ചെയ്യാം. അതേപോലെ തന്നെ ഒരുപാട് കസ്റ്റമർ ചോദിക്കുന്ന സാധനം 13 അല്ലേ? എല്ലാം ഒരേപോലെ കസ്റ്റമർ ബോറടിക്കുന്നത്. അതും ശരി, അതും ശരി. അപ്പൊ അതൊന്ന് പറഞ്ഞാളി. 13 നമ്മുടെ വരുന്നത് 128 വരുന്നുണ്ട്. 13 സീരീസ്. ഓക്കെ,
13 128 GB അല്ലേ വരുന്നത്? യെസ് 128 GB. 128 ഉണ്ട്. ഇത് 3 മാസത്തിന്റെ വാറണ്ടി വരുന്നുണ്ട്. 89% ബാറ്ററി എടുത്തിട്ടുണ്ട്. 89. ഇതിനാണ് നമ്മൾ ഒരു 1300 കൊടുക്കുന്നത്. 1300 അടിപൊളി. എന്താ പറയാ, നല്ല ആപ്പിൾ തന്നെ വാറണ്ടി ഉണ്ട് 3 മന്ത്. ഇതിന് ആപ്പിൾ വാറണ്ടി ഉണ്ട്. ആപ്പിൾ തന്നെ വാറണ്ടി. അഥവാ ഇല്ലാത്ത സാധനത്തിന് ഇല്ലാത്താണെങ്കിൽ നമ്മൾ 3 മന്ത് വാറണ്ടി അതിന്റെ പാസ്പോർട്ട് കവർ കേബിൾ ഒറിജിനൽ നമ്മൾ കൊടുക്കണം. സെറ്റ് സാധനം. കേബിൾ മാത്രം കൊടുത്തിട്ടുള്ളൂ. കവറും ഗ്ലാസ്സെല്ലാം നോർമൽ കേട്ടോ. കവറും ഗ്ലാസും നോർമൽ ഇല്ല, അത് ഫ്രീ ആണ് അതിന്റെ. ഇതെന്താ റേറ്റ് എന്തെങ്കിലും പറഞ്ഞത്? ഇത് നമുക്ക് കൊടുക്കുന്നത് 1300 റംസിന് 128. 1300 റംസ് ഉണ്ടെങ്കിൽ 13 128 GB കിട്ടും അല്ലേ? ഇത് 1500 256 1450 ഉണ്ടെങ്കിൽ 256 GB കിട്ടും അല്ലേ? അത് ഇതിൽ ആപ്പിൾ വാറണ്ടി 3 മാസം ഉണ്ടാണ്. ഒന്നില്ല ഇല്ലാത്തതിന് നമ്മളെ 3 മന്ത് ചെക്കിംഗ് വാറണ്ടി കൊടുക്കും. അടിപൊളി. അപ്പൊ അടുത്തേതാ? അടുത്തത് തന്നെ നമുക്ക് 13 Pro ആയിക്കോട്ടെ. 13 പ്രോയിലേക്ക് എടുക്കാം കേട്ടോ. 12 Pro പറഞ്ഞിട്ടില്ല. എന്തായാലും 13 സീരീസ് മൊത്തം കഴിഞ്ഞിട്ട് 12 Pro ആയിട്ട് തുടങ്ങാം അല്ലേ? 12 നമ്മൾ പറഞ്ഞു, 12 Pro പറഞ്ഞില്ല. അപ്പോൾ അതാ ഏകദേശം നമ്മൾ 30 Pro വരുന്നത് 128 GB. ഇത് 128 വരുന്നത് 1700 വരും. 198 എങ്ങനെ ഒന്നുകൂടി പറയാം? 1700 1700 128 GB കൊടുക്കും. 128 GB 13 Pro. ഓക്കെ, 1700 റംസ് ഉണ്ടെങ്കിൽ 128 GB കിട്ടും അല്ലേ? ഈ സാധനം സ്ക്രാച്ച് കാര്യങ്ങളൊന്നും കാണുന്നില്ല. സ്ക്രാച്ച് ഉള്ളത് ആ ഒരു അതിനനുസരിച്ചുള്ള അപ്പോൾ അതൊക്കെ സെറ്റ്. അപ്പോൾ സാധനം സെറ്റ് സാധനം കേട്ടോ. പിന്നെ പറഞ്ഞാൽ നമ്മൾ ഇത്ര നാളും വീഡിയോ ചെയ്തതിൽ ഒരു കംപ്ലൈന്റ് പറയാത്തൊരു മൊബൈൽ ഷോപ്പാണ് ഫോക്കസ് കോർണർ. ധൈര്യമായിട്ട് കൊടുത്താലും പ്രശ്നമൊന്നുമില്ല. ചെയ്യുന്ന ഡിസ്പ്ലേ മാറ്റി അതേപോലെ തന്നെ നിങ്ങൾക്ക് ഏത് ബ്രാൻഡ് ന്യൂ ഫോൺ വേണമെങ്കിലും ജസ്റ്റ് എവിടെ നിന്ന് വേണമെങ്കിൽ വിളിച്ചോ, ജസ്റ്റ് തന്നെ ഫോൺ വിളിച്ചോ. അതിന്റെ പ്രൈസ് വെച്ച് നമ്മളെ പ്രൈസ് ഓക്കെ എടുത്തോ, അല്ലെങ്കിൽ വേറെ ഷോപ്പ് നിർത്തോ, പ്രോബ്ലം. ജസ്റ്റ് ചെക്ക് ചെയ്യാൻ മാത്രം. പിന്നെ അതുപോലെ തന്നെ ഏത് മൊബൈൽ നമ്മൾ എക്സ്ചേഞ്ച് ചെയ്യും. ആൻഡ്രോയിഡ് ആയിക്കോട്ടെ, സാംസങ് സോറി ഐഫോൺ ആയിക്കോട്ടെ, ഏത് മോഡലും. പിന്നെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ കാണുന്ന ഫോണൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ നമ്മളെ എന്താ പറയാ മാർക്കറ്റിൽ നിന്ന് എടുക്കുന്ന ഫോണല്ല. നമ്മൾ മാർക്കറ്റായിട്ട് ഒരിക്കലും നമ്മൾ ചിലപ്പോൾ വില കൂടുതലായിരിക്കും, ചിലപ്പോൾ നമ്മളെ വില കുറവായിരിക്കും. നമ്മളെ വേറെ ഒരു കാര്യം പറഞ്ഞു, നമ്മുടെ വാട്സ്ആപ്പ് അപ്ഡേറ്റ് ആണ് കൂടുതൽ ഉണ്ടാകും. നമ്മൾ ചിലപ്പോൾ ഇന്ന് ബ്ലോഗ് ചെയ്താൽ 2 മാസം ചെയ്തിട്ടാണ് ബ്ലോഗ്. കാരണം നമ്മളെ ഡെയിലി അപ്ഡേറ്റ് വെച്ച് നമ്മളെ വാട്സ്ആപ്പ് ആണ്. ജസ്റ്റ് ഒന്ന് നിങ്ങളെ പേര് എഴുതിയിട്ട് വാട്സ്ആപ്പിൽ വിടാം. അത് ഞാൻ സേവ് ചെയ്തോളൂ, നിങ്ങൾ സേവ് ചെയ്യാം. എന്റെ ഡെയിലി അപ്ഡേറ്റിംഗ് കാണാൻ പറ്റും. അപ്പം പറഞ്ഞു വരികയാണെങ്കിൽ മൊത്തം ഈ കാണുന്ന ഫോണ് ഫുള്ള് കസ്റ്റമർ കയ്യിൽ നിന്ന് എക്സ്ചേഞ്ച് ചെയ്ത ഫോണുകളാണ്. കസ്റ്റമർ അടുത്ത് നിന്ന് പർച്ചേസ് ചെയ്യുന്ന ഫോണുകളാണ്. ഒക്കെ യൂസ്ഡ് ഐഫോൺസ് കസ്റ്റമർ കയ്യിൽ നിന്ന് നേരിട്ട് വാങ്ങുന്നതാണ്. അപ്പൊ ആർക്കെങ്കിലും സെയിൽ ഞങ്ങളെ കയ്യിലുള്ള ഫോൺ ആർക്കെങ്കിലും സെയിൽ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഇവിടെ വന്നിട്ട് സെയിൽ ചെയ്യാം. നിങ്ങൾക്ക് പൈസക്ക് ആവശ്യം ഉണ്ടെങ്കിൽ ഇവിടെ വന്നാൽ മതി. പൈസ നമ്മളെ ഷെപ്പിക്ക തരും. ബോക്സ് പീസ്. അപ്പൊ ഈ ഐഫോണും ബോക്സ് പീസ് കുറെ വരുന്നുണ്ട് സെറ്റ്. അടിപൊളി. അപ്പൊ ബോക്സ് പീസ് വേണമല്ലോ, അത് ചോദിച്ചു കഴിഞ്ഞാൽ ഈ സാൻഡേല് ഷെപ്പിക്ക തരും കേട്ടോ. ഓക്കെ, ഇവിടെ നല്ല ബോക്സ് ഇതിന് ബോക്സ് വേണമെന്നുണ്ടെങ്കിൽ അത് കൊടുത്തും ചെയ്യാം അല്ലേ? 128 പറഞ്ഞു. ഇനി 256 കിടക്കാം. 256 വരുന്നത് എന്താ റേറ്റ് വരുന്നത്? 1900 dirhams ഉണ്ടെങ്കിൽ 256 GB 13 Pro കിട്ടും അല്ലേ? അത് നല്ല നീറ്റ് ക്ലീൻ പീസ്, നേരത്തെ പറഞ്ഞ പോലെ തന്നെ കേട്ടോ. അടിപൊളി സാധനമാണ്. ഓക്കെ, അപ്പോൾ 13 Pro മാക്സിലേക്ക് ആയിക്കോട്ടെ. ഓക്കെ, അതിന്റെ പ്രൈസ് പറഞ്ഞോളൂ. 30 Pro Max ആണെങ്കിൽ നമുക്ക് 286 2300 128 200 കൊടുക്കും. 200 128 GB 286 2300. മറ്റേ 512 ആണെങ്കിൽ 2450. 2450 ആണെങ്കിൽ ഇത് കിട്ടില്ലേ? 512 GB കിട്ടും. 512 അല്ലേ? 128 ആണെങ്കിൽ 2200. 256 ആണെങ്കിൽ ഇത് നിങ്ങൾക്ക് 2300 കിട്ടും അല്ലേ? അടുത്തേതാ? പിന്നെ നമുക്ക് അടുത്തത് 12 Pro നമ്മൾ പറഞ്ഞില്ല, ശരിയാ. അതിൻ്റെ ഇടയിൽ നമ്മൾ 13 Proയിലേക്ക് കയറിയിട്ടുണ്ടായിരുന്നു. അപ്പം ഇനി 12 Pro നമ്മുടെ ഇപ്പോൾ 286 അല്ല, പക്ഷെ 128 പ്രൈസ് ഞാൻ പറഞ്ഞു. 286 ആണ്. 1200 നമ്മൾ കൊടുക്കും. ഇത് 286 1200 1200 12 Pro കിട്ടും. 12 Pro 286 1200 അത് ശരി.
1200 ദിറംസ് ഉണ്ടായാലും നിങ്ങൾക്ക് 286 കേട്ടോ. ഈ അയക്കാത്ത പീസും കാര്യങ്ങളും ഡിസ്പ്ലേയും ബാറ്ററിയും ചേഞ്ച് ആക്കി അതിനനുസരിച്ച് പറയാൻ പറയും. ഒന്നും പറയാല്ല, അടിപൊളി സാധനം. അപ്പോൾ ഇത് 128 ആണെങ്കിലോ? 128 ഉണ്ട്. 128 എന്താ? ആണെങ്കിൽ ഒരു 1000-1500 റേഞ്ചിൽ നിങ്ങൾക്ക് അടുത്തേപ്പിക്കാം. 12 Pro Max അല്ലേ? 256 GB 128 286 GB എത്ര? 256 നമുക്ക് കൊടുക്കാം. 1500 കൊടുക്കാം. 1500-ന് 286 GB 12 Pro Max അല്ലേ? 128 GB 128 അല്ല 256. 128 എത്ര കൊടുക്കും? 1400 512 512 GB 1600 കൊടുക്കും. 12 Pro Max ല്ലേ? 120 ആണ് 1400 1400. എനിക്കൊരു ഡൗട്ട് വന്നിട്ടില്ല. പ്രൈസ് കുറഞ്ഞു ആന്ന് പറയാനുണ്ടോ? അടിപൊളി പ്രൈസ് ആണ്, ഒന്നും പറയാനില്ല. നമ്മളെ കഴിഞ്ഞ വീഡിയോ നോക്കി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് മനസ്സിലാവും. നല്ല പ്രൈസ് ഡിഫറൻസ്, നല്ല പ്രൈസ് കുറച്ചിട്ടുണ്ട്. ഇനി അടുത്തേതാ? 40+ ഉണ്ട്. 14+ല് 14+ ചോദിച്ചവർക്കുള്ള അടിപൊളി 14+ കേട്ടോ. ഒന്നും പറയാനില്ല, കിടിലം പീസ്. ഒന്നും ഒരു സ്ക്രാച്ച് കാര്യങ്ങളൊന്നുമില്ല. വീഡിയോയിൽ എത്രത്തോളം കാണേണ്ട അറിയില്ല. ഇത് എത്ര കൊടുക്കും ഷിപ്പിക്കാം? ഇത് നമുക്ക് കൊടുക്കാം 40+ ഒരു 1,800 കൊടുക്കാം അല്ലേ? 14+, 14+ 1,800 ദിറംസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് 14+ കിട്ടും. ഓക്കെ, അപ്പോൾ 14 അപ്പോൾ അത് നമ്മളെ കയ്യിലുള്ളത് 14 Pro അല്ലേ? 254 GB നമ്മൾ 2500 ഓക്കെ, 14 Pro അല്ലേ? ഇത് സ്ക്രാച്ച് കാര്യങ്ങളൊന്നും ഇല്ലല്ലോ? ഓക്കെ, അത് ഡബിൾ സിം ആണ്, എക്സ്ട്രീം കൂടിയാണ്. ഡബിൾ സിം ആണോ? ഓക്കെ, അപ്പോൾ അടുത്ത 128 നമ്മൾ കൊടുക്കുന്നത് 2300 2250 കേട്ടോ. ഓക്കെ ഓക്കെ, സെറ്റ്. 40 Pro Max മാക്സിലേക്ക് പോവാം, വലുതിലേക്ക് അല്ലേ? നല്ല സ്റ്റോക്കില്ലേ? ഓക്കെ, 40 Pro Max നമ്മുടെ സ്റ്റോക്ക് ഉണ്ട്. 122 ഇരുന്നില്ല, 250 ആണെങ്കിൽ 2900 850 റേഞ്ച് വരും. ഇതാണെങ്കിൽ 2550 2600 128. അപ്പോൾ നമ്മുടെ കയ്യിൽ എന്താ? നമ്മുടെ കയ്യിൽ 60 Pro ഉണ്ട്. ഏറ്റവും ലേറ്റസ്റ്റ് സാധനം TR പ്രോഡക്റ്റ് ഉണ്ട്. എത്ര കൊടുക്കും? ഇത് 256 60 Pro 4400 4400. അതെ, കിട്ടിലും പ്രൈസ്. ഇനിയും പ്രൈസ് കുറയാൻ എനിക്ക് തോന്നുന്നത് ഇപ്പൊ മാർക്കറ്റുകളിൽ ഏറ്റവും കിട്ടിലും പ്രൈസ് ആണ്. അതെ, പക്ഷേ ഇതിന്റെ HK ആണെങ്കിൽ അതിനും വില ഉള്ളൂ. മച്ചവനെ 4400 ദിറംസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് 16 Pro ആണ് കിട്ടുന്നത്. 256 GB. അതാ TR ആണ് കേട്ടോ, TR ആണ്. ഓക്കെ, അപ്പോൾ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ട്, ഡൗട്ട് കാര്യങ്ങൾ, എൻക്വയറി കാര്യങ്ങളൊക്കെ ഡെയിലി അപ്ഡേറ്റ് ആവുക. 60 Pro ടൈപ്പ് പോലെ ഓപ്പൺ ആയിട്ട് തന്നെ ഇതിനെക്കൊണ്ട് വില കൂട്ടും, വില കുറഞ്ഞു ഇനി കുറയുള്ളൂ അല്ലേ? 16 Pro. അപ്പോൾ മച്ചാൻ നമ്പറിലേക്ക് വാട്സാപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി. പ്രൈസ് ഡീറ്റെയിൽസ് ഒക്കെ മച്ചാൻ പറയും അല്ലേ? അപ്പോൾ ജസ്റ്റ് നമുക്കൊന്ന് ചെറുതിലേക്കൊന്ന് പോയാലോ? ഒന്ന് ജസ്റ്റ് 11 Pro Max, അതേപോലെ തന്നെ XS Max ഒക്കെ ഡിസ്പ്ലേ ചേഞ്ച് ബാറ്ററി ചേഞ്ച് നമ്മൾ ആണല്ലേ? അതെ അതെ, കുറച്ച് ഓൾഡ് മോഡൽ ആയല്ലോ അല്ലേ? 11 ആണെങ്കിൽ 128 ഒരു 1000 ദിറംസ് നല്ല പീസിന്. ഓക്കെ, 11 Pro ആണെങ്കിൽ ഒരു 1,100 256 GB. ഓക്കെ, അതാണ് പ്രൈസ്. അപ്പോൾ ഈ ഇതിലുള്ള സാധനം അല്ലേ? അത് നിങ്ങൾ അപ്ഡേറ്റ് ഞാൻ ചോദിച്ചിട്ട് ഞാൻ പറിച്ചു തരാം. അല്ലാണ്ട് ഇതിന്റെ പ്രൈസ് അങ്ങനെ പറയാത്ത അധികം താഴെയുള്ള സീരീസിന്റെ പ്രൈസ് പറയാത്ത കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഡിസ്പ്ലേ മാറ്റിയതോ അല്ലെങ്കിൽ ബാറ്ററി മാറ്റിയതോ കാര്യങ്ങളൊക്കെ ആയിരിക്കും. പല പ്രൈസിലാണ് വരുന്നത്. ഒരു ഫിക്സ്ഡ് പ്രൈസ് പറഞ്ഞു കഴിഞ്ഞാൽ പറയാൻ പറ്റില്ല. അതെ, പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ വരുമ്പോൾ ചിലപ്പോൾ വേറെ പ്രൈസ് അപ്പോൾ അങ്ങനത്തെ എല്ലാവരും തൊട്ടുള്ളതാണെങ്കിൽ അതെ വാട്സാപ്പിൽ മെസ്സേജ് അയച്ചിട്ട് മാത്രം പർച്ചേസ് ചെയ്യാൻ വേണ്ടി. മറ്റേതൊക്കെ ഫിക്സ്ഡ് നേരത്തെ പറഞ്ഞ പ്രൈസ് അല്ലേ? അപ്പോൾ നമ്മൾ ഏകദേശം എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. അത്യാവശ്യം വേണ്ടി ബ്രോ തന്നെ ആകെ ടയർഡാണ്, നല്ല ബിസി ആയിരുന്നു. അപ്പോൾ ഷോപ്പ് ക്ലോസ് ചെയ്യാൻ വേണ്ടി കാത്തിക്കുന്നത് നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ നാളത്തേക്ക് വേണ്ടിയിട്ട് റാക്കിൽ കയറ്റി സെറ്റാക്കി വെച്ച് ഇപ്പം നമ്മൾക്ക് വീഡിയോക്ക് വേണ്ടിയിട്ട് സെറ്റാക്കി വെച്ച് നമ്മളെ ഫുള്ള് സപ്പോർട്ട് ചെയ്ത ഷെപ്പി ബ്രോ. അതെ അതെ, അപ്പോൾ അതിന് ഇരട്ടി സപ്പോർട്ട് ഇങ്ങോട്ട് ഉണ്ട് എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ മച്ചാര നമുക്ക് അടുത്തൊരു വീഡിയോ. അപ്പോൾ ഏകദേശം പറഞ്ഞു തോന്നുന്നു. ഇനിയിപ്പോൾ ഇതിൽ എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നമ്പർ നേരെ താഴെ കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് വാട്സപ്പ് ചെയ്തോ അല്ലെങ്കിൽ കോൾ ചെയ്താൽ ആള് മെസ്സേജ് എന്താ റിപ്ലൈ ചെയ്യും. തിരക്കില്ലെങ്കിൽ റിപ്ലൈ തരും. അപ്പം അടുത്തൊരു വീഡിയോ നമ്പരെ